ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എപ്പോഴും മന്തിയും കപ്സയൊക്കെ കഴിക്കാറില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് മന്തിയൊക്കെ പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കണം. ഞാൻ അതിനുവേണ്ടി ഒരു പാനിൽ 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്, കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 2 കപ്പ് അരിക്ക് ചെയ്യുന്ന ഒരളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ പൊടി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ 3 ചിക്കൻ എടുത്ത് 3 പീസ് ചിക്കൻ, ഏകദേശം ഒരു 3/4 കിലോൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ പീസ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്, ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മസാല നേരെ ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് തട്ടിക്കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി വേറെ ഒരു പൊടിയും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹനീത്തിൻ്റെ മസാല എന്ന് പറയുന്നത്. നമ്മൾ മന്തിക്കൊക്കെ ചേർക്കുന്നത് പോലെ ചിക്കൻ ക്യൂബൊന്നും ചേർക്കുന്നില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു അറബിക് ഡിഷാണ്. കഴിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മസാല നന്നായിട്ട് ഞാൻ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചിക്കൻ വേവും. പക്ഷേ നമുക്ക് ഈ ചിക്കൻ്റെ വെന്തിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചോറ് വേവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് തന്നെ നമുക്ക് മട്ടനിലും ബീഫിലും ഒക്കെ ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ കുക്കറിൽ ചെയ്താൽ മതി മട്ടനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ചിക്കനൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം ഞാൻ വലിയ പീസായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫുള്ള് വെള്ളം അതിലേക്ക് തന്നെ ഇങ്ങനെ വാർന്നു പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കുക്കറിൽ വേണമെങ്കിലും വിസിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പീസും നമുക്ക് എടുത്ത് മാറ്റാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യമനി റൈസാണ്. മന്തിയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ. പക്ഷെ നമ്മൾ ചേർക്കുന്ന മസാലയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അരിയുടെ ആ ഒരു രുചിയും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മൊത്തം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോക്ക് നമുക്കങ്ങ് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് വേണം ചോറ് വെക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ചോറ് വെക്കാനായിട്ട് ഇത് ഈ അരിയാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബസ്മതി അരി, സെല്ല ബസ്മതിയാണ് നമ്മൾ സാധാരണ മന്തിക്കൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ ഇതിലേക്ക് വെള്ള കളറിലുള്ള ബസ്മതി അരി ഉണ്ടല്ലോ, അതെടുത്താൽ മതി. അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മറ്റേ യെല്ലോയിഷ് കളറിലുള്ള റൈസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ല നീളമുള്ള ബസ്മതി അരിയാണ് കേട്ടോ. ഇത് ഞാൻ 2 കപ്പ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെക്കുന്നുണ്ട്, കുതിർത്തി വെക്കുന്നില്ല. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒന്നും അധികം ചേർത്തിട്ടില്ല, എരിവൊന്നും അധികം ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ കുറച്ചും കൂടി ഒന്ന് എരിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇതിലങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ വെച്ചിട്ട് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. ഈ ഒരു പരിപാടി നമ്മൾ ചോറ് വെന്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചിക്കനും നല്ല ചൂടുണ്ടാവും. അപ്പോൾ 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാ ഇതുപോലെ ഫ്രൈ ചെയ്യാണ്ട് കഴിക്കുന്നെങ്കിൽ ചിക്കൻ ഒരു പുഴുങ്ങിയ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഫ്രൈ ചെയ്ത പോലെയും തോന്നും, എന്നാൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ചോറ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാനിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2 ഏലക്കയും അതേപോലെ തന്നെ ഒരു 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസുള്ള സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്ന സവാളയും അതുപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊന്നും ഇങ്ങനെ കടിക്കാൻ പാടില്ല. നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അത് നിർബന്ധമായിട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഉണക്കനാരങ്ങയാണ് ചേർക്കുന്നത്, ഡ്രൈ ലെമണാണ്. അതിൽ ചെറുതായിട്ട് ഞാൻ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കം തക്കാളിയൊക്കെ കൂടിയാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് റൈസിന്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ തക്കാളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ വെള്ളം അത് അളന്നൊഴിച്ചു കൊടുക്കുക. അത് ഏകദേശം 1.25 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് അരിക്ക് 4 കപ്പാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ സ്റ്റോക്ക് ഉള്ളത് അത് മുഴുവൻ എടുക്കുക, ബാക്കി നമ്മൾ സാധാ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മൊത്തം 4 കപ്പ് ഉണ്ടാവണം. അപ്പോൾ 3ാമത്തെ കപ്പ് ഞാൻ സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 4ാമത്തെ കപ്പ് വെള്ളം ചേർക്കുന്ന സമയത്ത് കപ്പ് നിറച്ചും എടുക്കണ്ട. 3/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ, എന്നാൽ നിറയെ ഉണ്ടാവാനും പാടില്ല. ആ ഒരു കണക്കിലെടുക്കുക. അങ്ങനെയാണെങ്കിൽ ചോറ് ഒത്തിരി അങ്ങ് വെന്ത് പോവില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറിനും കൂടിയുള്ള ഉപ്പാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന പോലെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ 2 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്തിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഈ അരി മൊത്തമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരി നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഉള്ളത്, അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളത്തോടെ ചേർത്തിട്ടുണ്ടെങ്കിൽ വേവ് കൂടിപ്പോവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അരി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരി ചേർത്തതിന് ശേഷം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് സമയം എടുത്തിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ചോറ് നല്ല സോഫ്റ്റായി ഒരുപാട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 കപ്പ് ഫുള്ളായിട്ട് എടുക്കാതെ ഒരു 3.25 കപ്പിൻ്റെ 4 കപ്പിൻ്റെ ഇടയിൽ വെള്ളം എടുക്കുക. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും വെള്ളമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തവണ നമ്മളിതിട്ട് ഇളക്കരുത്, അപ്പോൾ ചോറ് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നല്ലപോലെ വെള്ളം വറ്റി ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചൂടോടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും. ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്, എന്നാലേ ചോറ് നല്ല പോലെ വിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഹനീത്ത് ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്നത് നമ്മൾ മന്തിയൊക്കെ സെർവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മയണൈസിൻ്റെയും ചട്നിയുടെയും കൂടിയാണ്. മയണൈസിൻ്റെ ചട്നിയുടെയൊക്കെ റെസിപ്പി ഞാൻ കുറേ തവണ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചോറ് ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, ചോറ് വിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതേ ഒരു സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കയ്യിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചോറ് നല്ലപോലെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളത്. കണ്ടോ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾ പെരുന്നാളിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഇതുപോലത്തെ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.